ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത കനത്ത പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇപ്പോൾ നേരിടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ സ്വകാര്യ ബസ് മേഖല അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, പ്രത്യക്ഷ സമരത്തിലേക്ക് അടക്കം നീങ്ങാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു സ്വകാര്യ ബസ് ഉടമകൾ. അത്രത്തോളം പ്രതിസന്ധിയിലായി. അവരുടെ ജീവിതമാണ് ഈ ഒരു മേഖലയെ ചുറ്റിപ്പറ്റി കിടക്കുന്നത്. എന്താണ് അവർക്ക് പറയാനുള്ളത്? എന്തായാലും KSRTCയുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു മൃദു സമീപനവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിനോടകം തന്നെ നമുക്ക് വ്യക്തമായ കാര്യം. എന്തായാലും അവർക്ക് എന്താണ് പറയാനുള്ളത് ഗൂഗിൾ? രാഖി, വിനോദ്, നമസ്തേ. എന്തായാലും ഈ സംസ്ഥാനത്ത് ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അത്രയും കടുത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് സ്വകാര്യ ബസ് മേഖല ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ വലിയ അലംഭാവം ഇവരുടെ കാര്യത്തിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ കടുത്ത അവഗണന ഈ സ്വകാര്യ ബസ് മേഖലയോട് കാണിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം ഇവർക്ക് പരക്കെ ഉണ്ട് താനും. എന്തായാലും വലിയ വരുമാന നഷ്ടം, അതായത് ഇവർക്കുണ്ടായിരുന്ന പ്രതിദിന വരുമാനം നേരെ പകുതിയിലേക്കോ അല്ലെങ്കിൽ അതിൽ താഴെയിലേക്കോ ഒക്കെ കുറഞ്ഞിരിക്കുന്നതായിട്ടുള്ളതാണ് ഇവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ രീതിയിൽ ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക്, ഈ ഒരു മേഖല അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ബസ് ജീവനക്കാർ കൂടിയിട്ടുണ്ട്. അവരോട് ഈ ഒരു അവരുടെ പ്രതിസന്ധിയെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, നിലവിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് വിധത്തിലാണ് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്? ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ശരാശരി ഒരു 1000 രൂപയൊക്കെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു നേരത്തെ വണ്ടി ഓടിക്കൊണ്ട്. ഇപ്പം പ്രിയദർശിനി വന്നേ പിന്നെ വണ്ടിയുടെ കളക്ഷനിൽ വളരെയധികം കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ ഡീസൽ അടിക്കാനായാലും ശമ്പളമായാലും ഓണർക്ക് കിട്ടുന്ന ബാലൻസായാലും എല്ലാം ഓണർക്ക് ബാലൻസ് ഇല്ല ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പരാപരം ഡീസൽ അടിക്കുക, പിന്നെ 1000 രൂപ വരെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന, പിന്നെ അതിൽ മുകളിൽ കിട്ടിയാലേ ഉള്ളായിരുന്നു. ഇപ്പോൾ അതൊരു 500 രൂപ 600 രൂപയിലേക്ക് മാറിയേക്കുവാണ്. അന്നേരവും നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ രാവിലെ വെളുപ്പിനെ ഇറങ്ങി രാത്രിയാകും വീട്ടിൽ പോകുമ്പോൾ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം വീട്ടിലെ ചിലവിന് പോലും തികയാത്തൊരവസ്ഥയിലാണ്. പിന്നെ വേറെ വർഷങ്ങളായിട്ട് 10-15 വർഷമായിട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കളഞ്ഞിട്ട് പോകാൻ വേറൊരു തൊഴിൽ നമുക്ക് അറിയത്തില്ല. അപ്പം വളരെ ബുദ്ധിമുട്ടിൽ കൂടാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ ഈ പ്രിയദർശിനി ബസ് പോകുന്ന റൂട്ടിലുള്ള ബസ്സുകളാണ് കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. പ്രിയദർശിനി തിരുവല്ല പത്തനംതിട്ടയാണ് പ്രിയദർശിനിയുണ്ട്. അപ്പം നമ്മളെ അത് ബാധിക്കുന്നുമുണ്ട് നല്ല രീതിയിൽ തന്നെ. കാരണം രാവിലത്തെ മെയിനായിട്ട് രാവിലത്തെ ട്രിപ്പും വൈകിട്ടത്തെ ട്രിപ്പുമാണ് ജോലിക്കാരുടെയൊക്കെയാണ്. അപ്പം പ്രിയദർശിനി ഉള്ളതുകൊണ്ട് കൂടുതലും സ്ത്രീകൾ, ജോലിക്കാർ എല്ലാം അതിലാണ് പോകുന്നത്. അത് നമ്മളെ സാരമായിട്ട് ബാധിച്ചേക്കുവാണ്. വരുമാനം നേരെ പകുതിയായിട്ടൊക്കെ കുറഞ്ഞു. വരുമാനം പകുതിയായിട്ട് കുറഞ്ഞു. ഒരു 1000 രൂപയൊക്കെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് 500-600 രൂപയിലേക്ക് കുറഞ്ഞു. അതിൽ നമ്മുടെ ചിലവേ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കത്തെയൊക്കെ നമ്മുടെ ശമ്പളത്തിൽ നിന്നായിരുന്നു പോകുന്നത്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടാനില്ല. പിന്നെ അതുപോലെ ഓണർക്കാണെങ്കിൽ ഒന്നുമില്ല. ഡീസൽ അടിക്കുക, ബാക്കി നമ്മളുള്ളത് കണ്ടക്ടറും ഡ്രൈവറോട് എടുക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി കയറ്റേണ്ട ഒരവസ്ഥയിലോട്ടാണ് പോകുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട്? സ്ഥിരം കയറുന്ന ആൾക്കാർ പോലും മാറി നിൽക്കുക നമ്മളെ കാണുമ്പം. പകുതി ചിലർ ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ പോവുകയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ നേരത്തെ എത്തും, എന്നാലും ആൾക്കാർ കയറാതെ മാറി നിൽക്കുക. എത്ര പേര് ഇപ്പം ഞങ്ങളിപ്പം കോഴഞ്ചേരി സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ കാണാം സ്ത്രീകൾ മാത്രമായിട്ടൊരു സൈഡിലോട്ട് മാറി നിൽക്കും. നമ്മളവിടെ കിടന്ന് അലച്ചു പോയി വിളിക്കും, തിരുവല്ല ഒരു ഇതുമില്ല. അത് കഴിഞ്ഞാൽ തന്നെ വണ്ടിയുടെ മെയിൻ്റനൻസ് ഇപ്പം പിന്നെ ഓണറിൻ്റെ അല്ലാതുള്ള നേരത്തെ വണ്ടിയുടെ ബാലൻസിൽ നിന്നായിരുന്നു മെയിൻ്റനൻസും കാര്യങ്ങളും വർക്ക്ഷോപ്പിലെ പണിയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാം കയ്യിൽ നിന്ന് ഇട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് വണ്ടി. എന്തായാലും ഒരു 2-3 ദിവസം കൂടുമ്പോൾ വണ്ടിക്ക് മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കാണും. അതൊക്കെ ഇപ്പം ഈ വണ്ടിയുടെ ബാലൻസിന് ചെയ്യാൻ പറ്റത്തില്ല. ഈ സർക്കാർ സംവിധാനങ്ങളോട് ബസ് ജീവനക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇത് ഇപ്പം ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് ഇലക്ഷന് ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവരൊരു 60 വയസ്സ് തൊട്ടുള്ളവർ, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്ര ശമ്പളം 50,000 താഴെ ശമ്പളം ഉള്ളവർക്ക് KSRTC ഫാസ്റ്റിനകത്താണെങ്കിൽ ഇപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കല്ലേ കറക്റ്റ് ടൈമിൽ എത്തുന്നത്. അവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊരു ഉപകാരമായിട്ട് 60 വയസ്സിന് മേളിലോട്ടുള്ളവർക്കും അല്ലെങ്കിൽ 50,000 രൂപ ശമ്പളം താഴെയുള്ളവർക്കും അവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ഉപകാരം ഉണ്ടായി. ഇതിപ്പോൾ എല്ലാവർക്കും കൊടുക്കുമ്പോഴത്തേന് പിള്ളേർ ചിലപ്പം കയറത്തില്ല. ഇപ്പം ഞങ്ങളിപ്പം ചെല്ലുമ്പോൾ ഞങ്ങൾ എലന്തൂർ കോഴഞ്ചേരി ചെല്ലുമ്പോഴത്തേന് മാറി നിൽക്കുക. നമ്മൾ വിളിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കൂടുതൽ തന്നെ ഒരെണ്ണമുണ്ട്. ഞങ്ങളിപ്പം കോഴഞ്ചേരി ചെല്ലുമ്പോൾ ഒരെണ്ണം വരും, ഞങ്ങൾ കയറത്തില്ല. പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു സംവിധാനം സ്ത്രീകൾക്ക് മാത്രമുള്ള ബസ്സാക്കുവാണെങ്കിൽ അനുവാദികമായിട്ട് പുരുഷന്മാർ സ്വകാര്യ ബസ്സുകളിൽ യാത്രയ്ക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമുക്കൊരു വരുമാനം കൂടും. അത് അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് സൗജന്യയാത്ര
കൊടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ മാത്രമേ ഈ സ്വകാര്യ ബസ് മേഖലയെ കൂടി പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം KSRTC സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സ്വകാര്യ ബസ് മേഖലയും സംരക്ഷിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിന് തന്നെയാണ് ഉള്ളത്. എന്തായാലും ആ രീതിയിലുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കണം. കാരണം ഈ അവസ്ഥയിലൂടെ പോയി കഴിഞ്ഞാൽ ഇത് വലിയൊരു അല്ലെങ്കിൽ ദുരന്തത്തിലേക്ക് വഴിമാറും. പ്രത്യേകിച്ച് സ്വകാര്യ ബസ് മേഖല പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുമെന്നുള്ളതാണ് ഈ ജീവനക്കാർ തന്നെ പറയുന്നത്. ബസ്സിൻ്റെ മെയിൻ്റനൻസും ബാക്കി ജീവനക്കാരുടെ ചെലവും ഒന്നും കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓണർക്ക് ₹1 പോലും മിച്ചം ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കൂടി സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും കാണണമെന്നുള്ളതാണ് ബസ് ഉടമകളും ബസ് ജീവനക്കാരും കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത്. അവരുടെ വയറ്റത്തടിക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തത്. പക്ഷെ അപ്പോഴും നമ്മൾ ഒരു കാര്യം കൂടി പറയണം, KSRTC തന്നെ ഇത് വല്ലാത്ത ഒരു നഷ്ടത്തിലേക്കാണ് എന്തായാലും കണക്കുകൾ വരും അല്ലേ? ജീവനക്കാർ തന്നെ അത് പറയുന്നുണ്ട്. 1000 രൂപ വരെയൊക്കെ വരുമാനം ലഭിച്ചെടുത്ത് ഇപ്പോൾ 600 രൂപയൊക്കെ വരുമാനം ലഭിക്കുന്നുള്ളൂ. നമുക്കറിയാം അവരൊക്കെ സാധാരണക്കാരാണ്. അവരുടെ കുടുംബങ്ങളിലും വലിയ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, സ്വകാര്യ ബസ് ഉടമകളെ സംബന്ധിച്ച വണ്ടിയുടെ മെയിൻ്റനൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഈ വണ്ടി ഓടുന്നതിൻ്റെ ഇന്ധനത്തിൻ്റെ വിലയുണ്ട്. ഇതൊക്കെ മുടക്കി പിന്നെ ഒരു ബസ് ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് ലാഭമേ കിട്ടുന്നില്ല. അതായത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ ഈ പ്രിയദർശിനിയുമായി എത്ര ദിവസം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അപ്പോൾ ഈ പ്രിയദർശിനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിർത്തലാക്കുകയാണ് എങ്കിൽ അപ്പോഴേക്കും ഈ സ്വകാര്യ ബസ് മേഖലയെ ഇവരങ്ങ് താറുമാറാക്കി കളയും അല്ലെ, തകർത്തടിക്കി കളയും. കാരണം അതിനുശേഷം അവർക്ക് പോലും ഓടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കും. ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. സംസ്ഥാനത്തെ ഗതാഗത മേഖലയിൽ വല്ലാത്ത അസന്തുലിതാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതിന് എതിരെ സ്വകാര്യ ബസ് ഉടമകൾ കഴിഞ്ഞ ദിവസം ഏതാനും ജില്ലകളിൽ ഏകദിന പണിമുടക്കൊക്കെ നടത്തിയിരുന്നു. അതുകൂടാതെ മന്ത്രിയുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. മന്ത്രി പറഞ്ഞത് ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ കമ്മീഷൻ നിയമിച്ചു, അവരുടെ പഠന റിപ്പോർട്ട് വന്നു, അപ്പോഴേക്കും ഇവർ പടുകുഴിയിലേക്ക് വീണു. തീർച്ചയായും.